സുഹൃത്തുക്കളെ, നമുക്കിനി മുന്നിലുള്ള LDC പരീക്ഷയിൽ 20 മാർക്ക് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. അപ്പോൾ ആ 20 മാർക്ക് നമുക്ക് പരമാവധി നേടിയെടുക്കണം. ആ ഒരു ഉദ്യമത്തിലേക്ക് നമ്മൾ ഏതാനും ചോദ്യങ്ങൾ, ഒരു 50ഓളം ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് വളരെ കുറഞ്ഞ സമയമുള്ളൂ മുന്നിൽ. അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 1. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വിഷയം എന്താണ്? 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വിഷയം എന്താണ്? ഉത്തരം ലാൻഡ് റീസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റെസിലിയൻസ്. അപ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കാനായിട്ടുള്ളൊരു വിഷയമാണ്. പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് ചിത്രം വരയ്ക്കാനായിട്ട് നൽകിയിട്ടുള്ള വിഷയമാണിത്. അപ്പോൾ ഇതങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി രോഗവ്യാപന ശേഷി ഇല്ലാതെ നിപ്പ വൈറസ് കണങ്ങളെ വികസിപ്പിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് രോഗവ്യാപന ശേഷി ഇല്ലാതെ നിപ്പ വൈറസ് കണങ്ങളെ വികസിപ്പിച്ചത് എവിടെയാണ്? അത് തിരുവനന്തപുരത്തെ തോന്നയ്ക്കലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി അവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ തോന്നയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. മൂന്നാമത്തെ ചോദ്യം. 18ാം ലോകസഭയിലെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഉത്തരം ഓം ബിർളയാണ്. 18ാം ലോകസഭയിലെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർളയാണ്. നാലാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിച്ച ആദ്യ ഹൈക്കോടതിയാണ് സിക്കിം ഹൈക്കോടതി. ഇപ്പോൾ സിക്കിം ഹൈക്കോടതിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിച്ച ആദ്യ ഹൈക്കോടതി. അഞ്ചാമത്തെ ചോദ്യം. വന്യജീവി സംരക്ഷണത്തിൻ്റെ ഭാഗമായി അവയുടെ മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള പട്ടിക തയ്യാറാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ വന്യജീവി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ആ ജീവികളുടെ മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള പട്ടിക തയ്യാറാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ആറാമത്തെ ചോദ്യം. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി നാസയാണ്. നാസ അപ്പോൾ US-ൻ്റെ പര്യവേഷണ ഏജൻസിയാണ് നാസ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. US-ൻ്റെതാണ് നാസ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ചന്ദ്രനിൽ ആദ്യമായിട്ട് റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസിയാണ് നാസ. അപ്പോൾ US-ൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് നാസ എന്നുള്ളതും കൂടി നമ്മൾ ഓർത്ത് വയ്ക്കുക. ഏഴാമത്തെ ചോദ്യം. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിലെ GST വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? അത് ഫാനം എന്നാണ്. PHANUM, ഫാനം, ഓപ്പറേഷൻ ഫാനം. അതാണ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ GST വകുപ്പ് നടത്തിയ പരിശോധനേൻ്റെ പേര്. എട്ടാമത്തെ ചോദ്യം. ജൂണിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായ ജൽപായ്ഗുഡി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇപ്പം ജൂണിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ജൽപായ്ഗുഡി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് ഈ ജൽപായ്ഗുഡി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഒമ്പതാമത്തെ ചോദ്യം. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി. ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. പത്താമത്തെ ചോദ്യം. കരസേനയുടെ പുതിയ മേധാവിയായി ചുമതല ഏറ്റെടുത്തതാര്? കരസേനയുടെ പുതിയ മേധാവിയായിട്ട് ചുമതല ഏറ്റെടുത്തത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഉപേന്ദ്ര ദ്വിവേദി. 11ാമത്തെ ചോദ്യം. ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ശക്തിയാണ്. ശക്തി. ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ശക്തി. 12ാമത്തെ ചോദ്യം. പക്ഷിപ്പനി ബാധിക്കുന്ന മനുഷ്യമരണം ആദ്യമായി സ്ഥിരീകരിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. മെക്സിക്കോ. പക്ഷിപ്പനി ബാധിക്കുന്ന മനുഷ്യമരണം ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് മെക്സിക്കോയിലാണ്. ഐസ്ലാൻഡിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിക്കപ്പെട്ടതാര്? ഹല്ല തോമസ് ധോത്തറാണ്. ഹല്ല തോമസ് ധോത്തറാണ് ഐസ്ലാൻഡിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് നിയമിക്കപ്പെട്ടത്. 14ാമത്തെ ചോദ്യം.
സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം നേടുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം നേടുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 15ാമത്തെ ചോദ്യം, 20ാമത് കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയതാര്? 20ാമത്തെ കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2024 നേടിയത്. അടൂർ ഗോപാലകൃഷ്ണനാണ് 20ാമത്തെ കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത്. 16ാമത്തെ ചോദ്യം, 2024 മെയ് 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റമാൽ. 2024 മെയ് 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണ് റമാൽ. 17ാമത്തെ ചോദ്യം, മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ആൽഗ ഏതാണ്? മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ആൽഗയുടെ പേരാണ് ഒയിഡോക്ലാഡിയം സഹ്യാദ്രിക്കം. 18ാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ സംവിധാനം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? വാരാണസിയിലാണ് രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ സംവിധാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഈ വാരാണസി ഉത്തർപ്രദേശിലാണ്, ഓർത്തു വയ്ക്കുക. 19ാമത്തെ ചോദ്യം, ഇന്തോനേഷ്യയിൽ 90 മിനിറ്റിനിടയിൽ 5 തവണ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? അത് സെമരു ആണ്. സെമരു. ഇന്തോനേഷ്യയിൽ 90 മിനിറ്റിനിടയിൽ 5 തവണ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് സെമരു. ഇന്ത്യൻ നാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 19ാമത്തെ രാജ്യമാണ് സ്പെയിൻ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 19ാമത്തെ രാജ്യമാണ് സ്പെയിൻ. അടുത്ത ചോദ്യം, 21ാമത്തെ ചോദ്യം, ഏത് നവോത്ഥാന നായകൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ഇപ്പോൾ 2024 മെയ് മാസം ആചരിച്ചത് ഏത് നവോത്ഥാന നായകൻ്റെ 100ാമത്തെ ചരമവാർഷികമാണ്? ചട്ടമ്പിസ്വാമിയുടെയാണ്. ചട്ടമ്പിസ്വാമീൻ്റെ ചരമവാർഷികമാണ്. ചരമവാർഷികം, ജന്മദിനമല്ല, ചരമവാർഷികമാണ്, ഓർത്തുവയ്ക്കുക. 22ാമത്തെ ചോദ്യം, മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ തിരികെ നൽകുന്നതിനായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യനാരാണ്? ഹേചന്ദ് മാഞ്ചിയാണ് മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ തിരികെ നൽകാനായിട്ട് പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ കോപ്റ്റർ പൈലറ്റ് ആരാണ്? ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ കോപ്റ്റർ പൈലറ്റാണ് ലഫ്റ്റനൻറ്റ് അനാമിക രാജു. സബ് ലഫ്റ്റനൻറ്റ് അനാമിക രാജു. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റാണ് ആസാമിലെ സെക്രട്ടേറിയറ്റ്. ആസാം സെക്രട്ടേറിയറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ്. 25ാമത്തെ ചോദ്യം, കുനോ നാഷണൽ പാർക്കിന് പുറമെ ചീറ്റകളെ പാർപ്പിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യയിലെ 2ാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഗാന്ധി സാഗറാണ്. മധ്യപ്രദേശിലെ ഗാന്ധി സാഗറിലാണ് കുനോ നാഷണൽ പാർക്കിന് പുറമെ ചീറ്റപ്പുലികളെ പാർപ്പിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യയിലെ 2ാമത്തെ വന്യജീവി സങ്കേതം ഗാന്ധി സാഗർ, മധ്യപ്രദേശ്. തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് എസ് മണികുമാറാണ് തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 27ാമത്തെ ചോദ്യം, 2024 മെയ് 26 ഇത് നമ്മൾ ഒരിക്കലും വായിച്ചാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റമാൽ. നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട്. അടുത്തത് 28ാമത്തെ ചോദ്യം, 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. 29ാമത്തെ ചോദ്യം, 2024 ലോക മാതൃദിനമായിട്ട് ആചരിച്ചത് മെയ് 12 മെയ് 12 ലോക മാതൃദിനമായിട്ട് 2024 ആചരിച്ചത്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് എവിടെ? 30ാമത്തെ ചോദ്യം, 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് എവിടെയാണ്? ഉത്തരം റോട്ടർഡാം, നെതർലാൻഡ്. നടന്നത് റോട്ടർഡാം, നെതർലാൻഡ്.
31-ാമത്തെ ചോദ്യം, വാട്സപ്പിൽ ഉൾപ്പെടുത്തിയ നിർമ്മിത ബുദ്ധി AI സംവിധാനം ഏതാണ്? മെറ്റ AI ആണ്. മെറ്റ AI ആണ് വാട്സപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ നിർമ്മിതി ബുദ്ധി സംവിധാനം. 32-ാമത്തെ ചോദ്യം, 25-ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയതാരാണ്? ഉത്തരം റഫീഖ് അഹമ്മദാണ്. അപ്പോൾ റഫീഖ് അഹമ്മദാണ് 25-ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത്. 33-ാമത്തെ ചോദ്യം, 2025 മെയ് 31 വരെ കേന്ദ്ര ഗവൺമെൻറ് കാലാവധി നീട്ടി നൽകിയ DRDO ചെയർമാൻ്റെ പേരെന്താണ്? ഡോക്ടർ സമീർ കാമത്താണ്. ഡോക്ടർ സമീർ കാമത്ത്. 2025 മെയ് 31 വരെ കേന്ദ്ര ഗവൺമെൻറ് കാലാവധി നീട്ടി നൽകിയ DRDO ചെയർമാനാണ് ഡോക്ടർ സമീർ കാമത്ത്. 2024 ഷാ പ്രൈസ്, അതായത് കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്നതാണ് ഷാ പ്രൈസ്. അത് ലഭിച്ച ഇന്ത്യൻ വംശജനാണ് ശ്രീനിവാസ് ആർ കുൽക്കർണി. ശ്രീനിവാസ് ആർ കുൽക്കർണിയാണ് 2024 ഷാ പ്രൈസ്, അതായത് കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജൻ. 35-ാമത്തെ ചോദ്യം, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ലോകത്തിലെ പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പെൺകുട്ടിയും എന്നറിയപ്പെടുന്നത് കാമ്യയാണ്. കാമ്യ. അപ്പം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്നറിയപ്പെടുന്നതും ലോകത്തിലെ പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പെൺകുട്ടി എന്നറിയപ്പെടുന്നതും കാമ്യയാണ്. അപ്പോൾ ആ കുട്ടി മുംബൈ നാവികസേന ചിൽഡ്രൻസ് സ്കൂൾ വിദ്യാർത്ഥിയാണ്. 16 വയസ്സേ ഉള്ളൂ. അപ്പം മുംബൈ നാവികസേന ചിൽഡ്രൻസ് സ്കൂൾ വിദ്യാർത്ഥിയായിട്ടുള്ള കാമ്യയാണ് ഈ പറഞ്ഞ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ലോകത്തിലെ പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പെൺകുട്ടി എന്നറിയപ്പെടുന്നത്. 36-ാമത്തെ ചോദ്യം, 46-ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചന യോഗം നടന്നത് എവിടെ വെച്ചാണ്? കൊച്ചിയിൽ വെച്ചിട്ടാണ്. കൊച്ചി. 46-ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചന യോഗം നടന്നത് കൊച്ചിയിലാണ്. കൊച്ചി. 37-ാമത്തെ ചോദ്യം, വിശുദ്ധനായ ഏത് എഴുത്തുകാരൻ്റെ 100-ാം വാർഷികത്തിലാണ് 2024 ജൂൺ 3 ആചരിച്ചത്? അപ്പോൾ വിശുദ്ധനായ ഏത് എഴുത്തുകാരൻ്റെ 100-ാം ചരമവാർഷികമാണ് നമ്മൾ 2024 ജൂൺ 3 ആചരിച്ചത്? ഫ്രാൻസ് കാഫ്കയാണ്. ഫ്രാൻസ് കാഫ്ക. അടുത്ത ചോദ്യം 38, കൽക്കരി ഗ്യാസിഫിക്കേഷൻ ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് പദ്ധതിയാണ് കസ്ത കൽക്കരി ഖനി, ജാർഖണ്ഡിലെ കസ്ത കൽക്കരി ഖനിയാണ് കൽക്കരി ഗ്യാസിഫിക്കേഷൻ ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് പദ്ധതി. 39-ാമത്തെ ചോദ്യം, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ലഹരി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കാൻ കൊച്ചി പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പോഡ മീൻസ് പോളിസി ഫോർ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളതാണ് PODA. അപ്പോൾ ആലോചിക്കുക, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ലഹരി ഉപയോഗിക്കുന്നതാണ് അവസാനിപ്പിക്കാൻ കൊച്ചി പോലീസാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. PODA അതായത് പോളിസി ഫോർ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. 40-ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ആദ്യമായി നമ്മൾ വായിച്ചതാണ്. ചന്ദ്രനിൽ ആദ്യമായിട്ട് റെയിൽവേ സംവിധാനം ആരംഭിക്കുന്ന ബഹിരാകാശ ഏജൻസി എന്ന് പറയുന്നത് നാസയാണ്. നാസ എന്ന് പറയുന്നത് US-ൻ്റെ ഏജൻസിയാണ്. അത് ഓർത്ത് വയ്ക്കുക. 41-ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ എത്രാമത്തെ നഗരമാണ് കോഴിക്കോട്? ആദ്യത്തെ നഗരമാണ്. ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോൻ്റെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. 42-ാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് നേടുന്ന വനിതാ താരമാണ്? ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വേഗത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ 100 വിക്കറ്റ് നേടുന്ന വനിതാ താരമാണ് സോഫി എക്ലൈസ്റ്റോൺ. അതായത് ഇംഗ്ലണ്ടുകാരിയാണ്. സോഫി എക്ലൈസ്റ്റോൺ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുകാരിയാണ്. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് നേടുന്ന വനിതാ താരമാണ്. 43-ാമത്തെ ചോദ്യം, ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരമാണ് ദീപ കർമാക്കറാണ് ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം. 44-ാമത്തെ ചോദ്യം, വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ്? വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറലാണ് ഇമ്മാനുവൽ സൗബേരനാണ് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ. 45-ാമത്തെ ചോദ്യം, 2024 അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്ററാണ് വർഗീസ് കോശി.
2024 അന്തരിച്ച കേരളത്തിലെ, അവിടെ ഒരു മിസ്റ്റേക്ക് വന്നാണ്, മേഖല എന്ന് അറിയാണ്ട് ടൈപ്പായി പോയതാണ്. 2024 അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്ററാണ് വർഗീസ് കോശി. 46-ാമത്തെ ചോദ്യം, ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ ആരുടെ കൃതിയാണ്? BRP ഭാസ്കറാണ്. BRP ഭാസ്കറിൻ്റെ കൃതിയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ എന്ന് പറയുന്നത്. 47-ാമത്തെ ചോദ്യം, ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ഷെയ്ൻ വാട്സൺ. ഷെയ്ൻ വാട്സൺ ആണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം. ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് മൈത്രി. ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് മൈത്രി. അടുത്ത 49-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ആണവ പരീക്ഷണത്തിലെ 50 വർഷം തികഞ്ഞത് എപ്പോഴാണ്? 2024 മെയ് 18-നാണ്. കാരണം 1974 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 50 വർഷമായി. 2024 മെയ് 18-ന് ഇന്ത്യയിലെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയിട്ട് 50 വർഷം തികയാണ്. 1974 നടത്തിയത്. ഇപ്പോൾ 2024 അങ്ങനെ 50 വർഷം കഴിഞ്ഞു. മെയ് 18-ആണ്. 2024 പെൻ പീറ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. 2024 പെൻ പീറ്റർ പുരസ്കാരം ലഭിച്ചത്. 51-ാമത്തെ ചോദ്യം, ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാമർ ആണ് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി, കെയർ സ്റ്റാമർ. 52-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്, കോട്ടയംകാരനാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്, കോട്ടയംകാരനാണ് അദ്ദേഹം. 53-ാമത്തെ ചോദ്യം, ബഹിരാകാശത്ത് നിന്ന് 1000 ദിവസം ചിലവഴിച്ച ആദ്യ വ്യക്തി ആരാണ്? ഒലേഗ് കൊനോനെങ്കോ എന്ന് പറയുന്ന ആളാണ്, റഷ്യക്കാരനാണ്. അദ്ദേഹമാണ് ബഹിരാകാശത്ത് 1000 ദിവസം ചിലവഴിച്ച ആദ്യ വ്യക്തി. അപ്പോൾ നമ്മൾ ഇതിൽ 2 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 50 ചോദ്യം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ആ ഒരു 20 മാർക്ക് പരമാവധി നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, ബൈ.